തുല്ലാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ് അറബിക്ക് ക്രിസ്മസ് എക്സാം അതിൻ്റെ 2 യൂണിറ്റുകളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിനു മുമ്പ് 3ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ 5th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ ആ വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾ ചാനൽ നോക്കിയാലും കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. അതിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അതിൽ മത്സരങ്ങൾ നടക്കാറുണ്ട്, സമ്മാനമൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കിനി 4ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4ാമത്തെ യൂണിറ്റ് അൽ ഖുദറ, അല്ലെ, പച്ചപ്പ്. അത് നമുക്ക് ആദ്യം ഒരു കാർഷിക മേളയെ കുറിച്ചിട്ടുള്ള പാഠമാണുള്ളത്. അൽ ബുദൂറു തൻമു, അല്ലെ. അപ്പൊ അതിലെ ഈ വാക്ക് പഠിച്ചിരിക്കുക. അൽ മഅറദു സിറായി, കാർഷിക മേള അല്ലെങ്കിൽ കാർഷിക എക്സിബിഷൻ. അതിന്റെ ഒരു നോട്ടീസ് ഇവിടെ നമ്മൾ പഠിച്ചു, അല്ലെ. അൽ മഅറദു സിറായി, കാർഷിക വകുപ്പ് സംഘടിപ്പിക്കുന്ന മഅറദു സിറായി. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ സാധ്യത പറഞ്ഞാൽ ഇതുപോലെ വേറെ ഒരു മേളയുടെ അല്ലെങ്കിൽ പുഷ്പമേളയുടെ അല്ലെങ്കിൽ അൽ മഅറദു അസ്സഹരി അല്ലെങ്കിൽ അൽ വർദി എന്നൊക്കെ കൊടുക്കാം. അത് നടന്നിട്ട് അതിന്റെ ഡേറ്റും മറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഇവിടെ കുറച്ചിങ്ങനെ ചോദ്യങ്ങൾ, ഏത് ദിവസമാണ് മഅറദു സഹരി നടന്നത്, അതിൽ എത്രയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് വേറെ ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് വരിക. ചിലപ്പോ അതിൽ കുറച്ച് വാക്കുകൾ ഈ ഡേറ്റ് ഒക്കെ വേറെ തരും. എന്നിട്ട് ആ ഡേറ്റ് ഒക്കെ അതിന്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ രീതിയിലും ചിലപ്പോൾ ചോദിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെയൊക്കെ ഡാഷ് ആയിരിക്കും ഈ ഭാഗത്തൊക്കെ. എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് കൊടുക്കണത് എന്നുള്ളത്, അല്ലെ. അതിൽ ചെടിച്ചട്ടികള്, പൂക്കള്, ഷത്തിലാത്തുൽ അസ്ഹാർ, ആ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നോട്ടീസ് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഈ നോട്ടീസിന്റെ മോഡൽ മനസ്സിലാക്കിയിട്ട് പോവുക. ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ, വിശദമായ ക്ലാസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 5th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കാണാം. ഓക്കെ, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും അതിൽ ലഭ്യമാണ്, മക്കൾ കാണുക കേട്ടോ. ഇനി ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഈ സാരിയോ ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം എങ്ങനെ കൊടുക്കണം. സാരിയോ വരൂ, അൽബാബു മഫ്തൂഹുൻ അമാമക്കും അദ്ദുഖൂലു മജ്ജാനൻ, പ്രവേശനം സൗജന്യം. ഈ വാക്കുകളൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് കെൻസ് എന്ന് പറഞ്ഞ ഇഹ്സാന്റെ പാഠം, കെൻസ് ട്രഷർ എന്ന പാഠഭാഗമാണ്. അതില് നിങ്ങൾക്ക് ഈ പാഠഭാഗം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. ഇതിൽ നമുക്ക് കുറെ പ്രധാനപ്പെട്ട വാക്കുകൾ, കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പഠിച്ചിട്ട് പോവുക. ഒന്ന് അൽ ഹക്കായിബ്, അത്തുറാബ്, അൽ അസ്മിദത്തു ത്വബിഇയ്യ, അല്ലെ. ഹക്കായിബ് ഗ്രോ ബാഗ്, മണ്ണ്, ജൈവവളം. അതുപോലെ ബുദൂർ വിത്തുകൾ, ഷത്തിലാത്ത് ചെടികള്. പിന്നെ അൽ ഖളറവാത്ത് വൽ ഫവാക്കിഹ്, അതിന്റെ പേരുകൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇവിടെ കുറച്ച് പേരുകളുണ്ട്. അദസ്, തമാത്തിം, ബാദിൻജാൻ, ബാമിയ, അല്ലെ. ഇതൊക്കെയാണ് പച്ചക്കറികളുടെ പേര്. വേറെയും കുറെ പേരുകളുണ്ട്, ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, അൽ ഖളറവാത്ത്, ബസൽ, ബാമിയ, തൊമാറ്റിം, ഇതൊക്കെയൊന്നും മനസ്സിലായല്ലോ. സൂമ്, ജസർ, ബത്താത്തസ്, ഫൂല്, ബാദിൻജാൻ, ഖിയാർ, അദസ്, ഇത്രയും ഖളറവാത്തുകള്. അതോടൊപ്പം തന്നെ ഫവാക്കിഹുകള്, ജുവാഫ, പപ്പായ, മൗസ്, റുമ്മാൻ, തുഫാഹ്, ബിത്തീഖ്, അൻബജ്, എനബ്, അനാനസ്. എല്ലാത്തിന്റെയും ചിത്രം ഇവിടെ ഉണ്ട്, അതിന്റെ അർത്ഥം ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലെ. അപ്പൊ ഈ ഫവാക്കിഹുകളും ഖളറവാത്തും അതിന്റെ പേരുകൾ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഉണ്ടാവും ഇവിടെ നക്തുബ് അസ്മാ അൽ ഖളറവാത്തി വൽ ഫവാക്കി കമാഫിൽ മിസാൽ. ഇവിടെ ഇങ്ങനെ ചിത്രം തന്നിട്ട് അതിന്റെ
എഴുതാൻ പറയും കേട്ടോ. ഇവിടെ ലൈമോൺ, ബത്താത്ത, ടൊമാറ്റം, സോം ഇതിന്റെയൊക്കെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പൊ ആ പേരുകൾ അളവാദും ഫവാക്കികളുടെയും പേരുകൾ പഠിച്ചിട്ട് പോകുക. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ അതെങ്ങനെ ചോദിക്കും? അത് ഇവിടെ ഉണ്ടാവും. കൃഷി എന്നിട്ട് ഒരു പദസൂര്യം പൂരിപ്പിക്കാൻ ഷത്തിലാത്ത്, ബുദൂർ, അൽ അസ്മിദത്തു ത്വബിഇയ്യ, അൽ മുബീദാത്തു ത്വബിഇയ്യ അല്ലെ, പിന്നെ എന്താണ് അസിഖ നനയ്ക്കൽ, അങ്ങനെയുള്ള വാക്കുകൾ പൂരിപ്പിക്കുക. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ഈ നമ്പേഴ്സ് ആണ് അല്ലെ. നമ്പേഴ്സ് 1 മുതൽ 20 വരെ നിങ്ങൾ നമ്പർ പഠിച്ചിരിക്കണം. ആ നമ്പർ അതദും മഅദൂദായിട്ട് പഠിക്കണം. അതദും മഅദൂദും അതെന്താണ്? ഇപ്പൊ ത്വാലിബുൻ വാഹിദ്സ്, ത്വാലിബ് ആരാ? ഒരു വിദ്യാർത്ഥി, വാഹിദ് 1. അപ്പൊ ഈ എണ്ണമാണ് ഇതിനെയാണ് നമ്മൾ അതദ് എന്ന് പറയുക. ഇതിനെന്താ പറയുക? മഅദൂദ്, എണ്ണുന്ന വസ്തു. അപ്പോ എണ്ണവും എണ്ണുന്ന വസ്തുവും അങ്ങനെ പഠിച്ചിട്ട് പോകണം. ഇപ്പൊ നോക്കൂ, ഇവിടെ ഇത് കണ്ടോ, 1 മുതൽ 20 വരെ നിങ്ങൾ 10 വരെ എന്തായാലും അറിയും. 20 വരെ എന്തായാലും നമ്പേഴ്സ് പഠിച്ചിട്ട് പോവുക. ഇതിന്റെ കൂടെ ഒരു എണ്ണുന്ന വസ്തു വെച്ചാൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുന്ന നമ്മൾ പറഞ്ഞതാണ്. ഇതിന്റെ ക്ലാസ്സുകളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. സാറിനല്ലോ വലതുൻ വാഹിദ്സ്. വാഹിദ് എന്താണ്? അതദ്. ഇത് മഅദൂദ് അല്ലെ. അത് ഗേൾ ആയപ്പോ എന്തായി? ബിന്തുൻ. വാഹിദല്ല, വാഹിദത്ത്. അതദ് ഇതാണ്, മഅദൂദ് ഇതാണ്. ഇനി അപ്പൊ അതില് നിങ്ങൾക്ക് ഇനി 1, 2 അതായത് വാഹിദും ഇസ്നാനി വെച്ചിട്ട് എന്താണ് ഒരു പേന, 2 പേന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, 2 പെൺകുട്ടി എന്ന് പറയണത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ്? വലതുൻ വാഹിദ്സ് അല്ലെ. ഇവിടെ വാഹിദ്സ് ഒരു പേന എന്ന് പറയുമ്പോൾ വാഹിദ് വലത് എന്നല്ല, നമ്മൾ മഅദൂദ് അതായത് എണ്ണുന്ന സ്ഥാനം വലതല്ല ഇവിടെ എണ്ണുന്നത്, വലതിനെയാണ് എണ്ണുന്നത്. അത് ആദ്യം പറയണം. 1ലും 2ലും വലതുൻ വാഹിദ് 2 എണ്ണം പറയുമ്പോൾ വലത് എന്നല്ല, വലദാനി ഇസ്നാനി, വലദാനി ഇസ്ന. പിന്നെ ഗേൾ ആകുമ്പോ ബിന്തുൻ വാഹിദത്തുൻ, ബിന്താനി ഇസ്നത്താനി. മനസ്സിലായോ? ഇനി 3 മുതൽ 10 വരെ അതായത് സലാസ മുതൽ അഷറ വരെ പറയുമ്പോ അതത് ആദ്യം പറയണം. നേരത്തെ നമ്മൾ വലതും, ഇവിടെ ഔലാദ് തുടക്കത്തിൽ 2ാമതാ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ വലതുൻ വാഹി എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇവിടെ നോക്കൂ, നമ്പർ ആദ്യം പറയണം. സലാസത്തു ഔലാദിൻ, വലതിന് പകരം വലതിന്റെ ജമ്മ് പറയണം. കണ്ടോ? സലാസത്തു ഔലാദിൻ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ അതത് ആദ്യം പറയണം. പിന്നെയോ മഅദൂദിനെ ജമ്മാക്കണം. അതായത് വലതെന്ന് സലാസത്തു വലതെന്ന് പറഞ്ഞാൽ പോരാ, സലാസത്തു ഔലാദിൻ എന്ന് പറയണം. വലതിന്റെ ജമ്മ് പറയണം അല്ലെ. അതോടൊപ്പം തന്നെ മഅദൂദിനെ ദിൻ എന്ന് തന്നെ പറയണം. സലാസത്തു ഔലാദിൻ എന്ന് പറയണം. സലാസത്തു ബനാത്ത് അല്ലെങ്കിൽ സലാസു ബനാത്തിൻ. അതുപോലെ മഅദൂദ് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസ് ആക്കണം. മഅദൂദ് മുദക്കർ, അതായത് ഇവിടെ മഅദൂദ് ഏതാ? വലത്, ഔലാദ് മുദക്കറാണ്. അപ്പൊ എണ്ണം എന്താക്കണം? സലാസത്തു എന്ന് പറയണം. ഇനി മഅദൂദ് മുഅന്നസ് ആണെങ്കിലോ അതത് മുദക്കറാക്കണം. അതായത് ബനാത്ത്, ബിന്ത് മുഅന്നസ് ആണ്. അപ്പോ അതത് എന്താക്കണം? മുദക്കറാക്കണം. സലാസു ബനാത്തിൻ എന്ന് പറയണം. മനസ്സിലായോ? അപ്പോ ഈ അതതും മഅദൂദും മുഅന്നസും മുദക്കർ അങ്ങോട്ട് കൂടി മാറ്റുന്നത് 3 മുതൽ 10 വരെയുള്ള കാര്യത്തിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നമ്മുടെ പാഠഭാഗത്തില് ഇവിടെ കണ്ടോ, ത്വാലിബുൻ വാഹിദ്സ് ആദ്യം മഅദൂദ് പറഞ്ഞു. ഇവിടെയും ത്വാലിബാനി ഇസ്നാനി മഅദൂദ് പറഞ്ഞു. ഇവിടെ ബിന്താണെങ്കിൽ, ത്വാലിബത്താണെങ്കിലോ ത്വാലിബത്തുൻ വാഹിദത്തുൻ. ത്വാലിബത്താനി ഇസ്നാനി അല്ല, ഇസ്നത്താനി. സലാസത്തു തുല്ലാബിൻ, ത്വാലിബിന്റെ ജമ്മു കൊടുത്തിട്ടുണ്ട്, തുല്ലാബ് അതിന് കസ്ർ വിട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, സലാസത്തു തുല്ലാബിൻ അല്ലെ. സലാസത്തു തുല്ലാബിൻ. ഇത് ത്വാലിബാത്ത് ആണെങ്കിലോ സലാസു ത്വാലിബാത്തിൻ. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അർബഅത്തു തുല്ലാബിൻ അർബഅു ത്വാലിബാത്തിൻ. ഖംസത്തു തുല്ലാബിൻ ഖംസു ത്വാലിബാത്തിൻ. സിത്തത്തു തുല്ലാബിൻ സിത്തു ത്വാലിബാത്തിൻ. സബഅത്തു തുല്ലാബിൻ സബഉ ത്വാലിബാത്തിൻ. സമാനിയത്തു തുല്ലാബിൻ സമാനി ത്വാലിബാത്തിൻ. തിസ്അത്തു തുല്ലാബിൻ തിസ്ഉ ത്വാലിബാത്തിൻ. അശറത്തു തുല്ലാബിൻ അശറു ത്വാലിബാത്തിൻ.
ഓക്കെ. അപ്പൊ മുഅന്നസ് മുദക്കർ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ട് കൊടുക്കാൻ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് അതുണ്ടാവും. ഈ നമ്പേഴ്സ് നേരത്തെ പറഞ്ഞ നമ്പറും അതിന്റെ അക്കങ്ങളും 11, 11, 12, 20 വരെ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അത് പഠിച്ചിട്ട് പോകണം. ഓക്കെ. ഇനി എന്താണ്? ഇനി ഇവിടെ നമുക്ക് ഇതിന്റെയൊക്കെ ബയാന് തയ്യാറാക്കാനാണ് അല്ലെ. ഖദറവാത്തിന്റെ ബയാൻ. ഇതേതാ? ഫുൽഫുല് എന്താ പറയണേ? എന്താണ്? ലൗനി അഖ്ലർ ജിസ്മി തൊവീൽ വനഹീൽ അന ഖനിയത്തും ബിൽ ഫീതാമിനാത് യസ്തഖ്ദിമുനി അന്നാസ് ദായിമൻ ഫിൽ ഇദാം. എന്നെ കറിയിൽ എപ്പോഴും യൂസ് ചെയ്യുന്നു. ഞാൻ വിറ്റാമിൻ ഉള്ളതാണ്. അന മിനൽ ഖദറവാത്ത്. ഞാൻ എന്തിൽപ്പെട്ടതാണ്? ഞാന് പച്ചക്കറിയിൽപ്പെട്ട ആളാണ്. അപ്പൊ ഇതിന്റെ നിറം ആദ്യം എഴുതുന്നു അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ നോക്കൂ. ലൗനി അസ്ഫർ. ഞാൻ എന്ത് നിറമാണ്? മഞ്ഞ നിറം, മത്തങ്ങ. യഖ്തീൻ അല്ലെ. ജിസ്മി ദാഇരി. എന്റെ ശരീരം ദാഇരി. എന്നാ ദാഇരി? നല്ല റൗണ്ട് ആണ്. വസമീൻ, തടിയനുമാണ്. അന ഖനിയത്തും ബിൽ ഫീതാമിനാത്ത്. എനിക്ക് വിറ്റാമിൻ ഉണ്ട്. എന്നെ ജനങ്ങൾ കറിയിൽ യൂസ് ചെയ്യുന്നു. ഞാൻ ഖദറവാത്താണ്. അപ്പൊ ഇവിടെ ഒരു അനാനാസ് ആണെങ്കിലോ? അനാനാസ് എന്താ? നമ്മുടെ ഇത് പൈനാപ്പിൾ. അപ്പൊ എങ്ങനെ പറയും? ലൗനി അസ്ഫർ. അത് ശരി തന്നെയാണ്. ജിസ്മി ദാഇരി. എന്റെ ശരീരം റൗണ്ട് ആണോ? റൗണ്ട് അല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ? തൊവീൽ എന്ന് പറയാം, നീളമുള്ളതെന്ന് പറയാം. ജിസ്മി തൊവീൽ വസമീൻ അന ഖനിയത്തും ബിൽ ഫീതാമിൻ. എനിക്ക് വിറ്റാമിൻ ഉണ്ട്. യസ്തഖ്ദിമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാം പറയാൻ പറ്റുമോ? കറിയിൽ തന്നെ യൂസ് ചെയ്യോ? ഇല്ല. അപ്പൊ യസ്തഖ്ദിമുനി അന്നാസ് അല്ലെങ്കിൽ യഅ്കുലു നാസു ദായിമൻ. എന്നെപ്പോഴും തിന്നും അല്ലേ. യസ്തഖ്ദിമുനി അന്നാസു ഫിൽ അസീർ എന്ന് പറയാം. അസീർ എന്താ? അസീർ ജ്യൂസിൽ. അന മിനൽ ഖദറവാത്ത് എന്നാണോ? അന മിനൽ ഫവാക്കിഹ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫവാക്കിഹുകളും ഖദറവാത്തും വെച്ചിട്ട് ഇതുപോലെ ബയാൻ തയ്യാറാക്കാൻ ഉണ്ടാവും കേട്ടോ. ഇതിന്റെയൊക്കെ വിശദമായ ക്ലാസ്സുകൾ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. മക്കൾ പോയി കാണാം കേട്ടോ. ഇവിടെ എന്താ ഇത് വരിക? ലൗനി അസ്ഫർ അല്ലെ. അന ബനാന. ഞാൻ ആരാണ്? അന മൗസ്. ഞാൻ മൗസാണ്. അപ്പൊ ഇതുപോലെ ഇതേ പാറ്റേൺ തന്നെ ഇവിടെയും അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് ഇതില് എന്താണ്? ഹുറൂഫ് ഷംസിയ വൽ ഖമരിയ. അതിന്റെ പ്രവർത്തനം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഹുറൂഫ് ഷംസിയ അല്ലെങ്കിൽ ഹുറൂഫ് ഷംസിയ ഏതൊക്കെയാ? 14 ഹുറൂഫുൽ ഖമരിയ 14 അല്ലെ. അപ്പൊ ഇതുണ്ടോ? അല്ലാമു ഷംസിയ, അല്ലാമുൽ ഖമരിയ. ഹുറൂഫ് ഷംസിയ, അല്ലാമു ഷംസിയ എന്നൊക്കെ പറയാം. അലിഫിലാം. ഈ ത സ ദ ഇതിന്റെ മുമ്പില് നമ്മൾ അലിഫിലാം ഉച്ചരിക്കില്ല അല്ലെ. അത്തംർ, അസ്സൗർ, അദ്ദാർ, എന്താണ്? അസൈൽ. പിന്നെ റാ വന്നാല് റ, അർറഇസ്, സ, അസീന, സ വെച്ച് എന്താണ്? അസീൻ അല്ലെങ്കിൽ അസ്സമാ. എന്നാൽ ഇവിടെയോ ഇതിന്റെ മുമ്പില് ആ വന്നാല് അൽ അംർ, അൽ ബദർ, അൽ ജബൽ, അൽ ഹബിൽ, അൽ ഹഖ്, അൽ എന്താണ്? ഖറൂഫ്, അൽ ഐൻ. എല്ലാത്തിനും ലാം ഉച്ചരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അത് പരീക്ഷയ്ക്ക് ഇതെങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യം സാധ്യതയുണ്ട്. ഇതല്ല, ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ അലിഫുൽ അൽ ഖമരിയും അലിഫു ഷംസിയും എഴുതാൻ വേണ്ടിയിട്ട്. ലാമുൽ ഖമരിയും ലാമു ഷംസിയും അല്ലെ. ഇവിടെ നെഹ്ർ ഏതിൽ വരും? നെഹ്ർ ഷംസിയാണ്. അലിഫിലാം ഉച്ചരിക്കില്ല. നിങ്ങൾ ഇത് അലിഫിലാമിന് ശേഷം ഒരു ഷദ് വരുന്നുണ്ടെങ്കിൽ അത് ഷംസിയായിരിക്കും ഓർക്കുക. മനസ്സിലായോ? അൽ മിയാഹ് ഇതിലാ വരിക. പിന്നെ അന്നാസ് ഇതിലാ വരിക. അൽ മുസാരി ഇതിലാ വരിക. അൽ ബസാത്തീൻ ഇതിലാണ് വരിക അല്ലെ. അന്നഹർ. പിന്നെയോ അള്ളാഹു. അള്ളാഹു ഏതാ? അള്ളാഹു അഷംസിയാണ്. പിന്നെ അന്നഹർ അല്ലെ. അൽ അൻഹാർ. പിന്നെ അത്വബിയ. ഇത്രയും ലാമു ഷംസിയും തിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് അല്ലാമു ഷംസിയ അല്ലാമുൽ ഖമരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം ഇവിടെ
സെന്റൻസ് സെന്നസ് എന്ന് എടുത്ത് എഴുതാൻ പറഞ്ഞില്ലേ, തുല്ലാബ് അൽ മാരിസ്. പിന്നെ നിങ്ങൾക്ക് ഒരു പദ്യമാണ്. ആ പദ്യത്തിന്റെ ആശയം മനസ്സിലാക്കിയിരിക്കുക, ഈ കവിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, അദ്ദേഹം എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു യൂണിറ്റ് 3 ബയാനാത്ത് ഷഖ്സിയ ഉണ്ടായിരുന്നില്ലേ? ഏത് ബയാനാത്ത് ഷഖ്സിയ? എന്താ മക്കളെ? ബയോഡാറ്റ. അപ്പൊ ഈ പാരഗ്രാഫ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ബയോഡാറ്റ. അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ? ഇസ്മുൽ കാമിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അഹ്മദ് ബിൻ യഹിയ അൽ ഉംറാനി എന്ന് നമുക്ക് പറയാം. പിന്നെ മക്കാനുൽ മീലാദ് മദീനത്തു സൻആ, താരിഖുൽ മീലാദ് 1940 അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ ദവാവീനിന്റെ പേര് അഗാനി അൽ ഖറിയ ഹുബു വസിയാഖ് കേട്ടോ. അങ്ങനെ എന്ത് ചോദിക്കാം? ചിലപ്പോൾ ബയാന ഷഖ്സിയ ചോദിക്കാം. പിന്നെ ചിത്രം തന്നിട്ട് അതിനനുയോജ്യമായ വരികൾ കണ്ടെത്തുക അല്ലേ. ഇതാണ് നമ്മൾ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കാണാം. അതോടൊപ്പം തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ 4 യൂണിറ്റും ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതും പോയി മക്കൾ കാണുക. ഓക്കെ. അപ്പൊ ഇതിന്റെ ആശയങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പദ്യങ്ങളുടെ ഈ മുകളിലെ വരികളുടെ എല്ലാം ആശയങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ക്ലാസ് അവിടെ കിടക്കേണ്ട. എല്ലാം കൂടി പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വല്ലാതെ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് മക്കൾ ആ വീഡിയോ പോയി കാണുക കേട്ടോ. ഇതിന്റെ ക്ലാസ് പേജ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഏത്? ക്ലാസ് 5 ആ പേജ് 65 അടുത്ത തന്നെ ക്ലാസ് വരും. ഓക്കെ. ഇനി ഇവിടെ മുഫ്രദ് വൽ ജമഅ് ഇതിന്റെയൊക്കെ മുഫ്രദ് ജമ്മുകൾ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മുഫ്രദ് തന്ന് ജമ്മ് ചോദിക്കും, ജമ്മ് തന്ന് മുഫ്രദ് എഴുതാൻ പറയും. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അത്രയാണ് നമുക്ക് 4-ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അത്രയും നന്നായി പഠിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്നായി മാർക്ക് ഉണ്ടാവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.